നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും മറ്റ് ഘടനകളിലുമൊക്കെ തന്നെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന വൻ ക്രമക്കേടുകളും സ്വർണ്ണക്കൊള്ളയും സംബന്ധിച്ച് 2016 മുതൽ 2025 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ശക്തമായ നിരീക്ഷണങ്ങളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച രണ്ടാം ഘട്ട ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച കോടതി 2018 മുതലുള്ള ദേവസ്വം ബോർഡിന്റെ എല്ലാ ഇടപാടുകളും സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ട് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ ഏതെങ്കിലും തരത്തിൽ ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണത്തിന്റെ പ്രധാന പരിധിയിൽ കൊണ്ടുവരണമെന്ന് കോടതി അസന്ദിഗ്ധമായി വ്യക്തമാക്കി. ഈ കേസ് കേവലം ഒരു സാമ്പത്തിക അട്ടിമറി എന്നതിലുപരിയായിട്ട് ക്ഷേത്ര സ്വത്തിന്റെ സുരക്ഷയിലും സംരക്ഷണത്തിലും ഉണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി കോടതി വിലയിരുത്തുന്നു. നിലവിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ PS പ്രശാന്ത് നേതൃത്വം നൽകുന്ന നടപടികളെയും കോടതി കടുത്ത ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. 2025 ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായിട്ട് കൊണ്ടുപോയതിലുണ്ടായ അനാവശ്യ തിടുക്കവും അതുപോലെ നടപടിക്രമങ്ങളിലേക്ക് തന്നെ വീഴ്ചകളും കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ജനുവരി മുതൽ മതിയായ സമയം ലഭിച്ചിരുന്നിട്ടും സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതിയെ തന്നെയോ ഔദ്യോഗികമായി അറിയിച്ച് മുൻകൂർ അനുമതി വാങ്ങുന്നതിൽ ബോർഡ് പരാജയപ്പെട്ടു. ശബരിമല സന്നിധാനത്ത് വെച്ച് നടത്തേണ്ടിയിരുന്ന ജോലികൾ അഴിച്ചെടുത്ത് ചെന്നൈയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കൊടുത്തുവിട്ടത് ഉത്തരവാദിത്വമില്ലായ്മയുടെ പര്യായമായി കോടതി കണക്കാക്കി. ദേവന്റെ മുതലായ അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്ന ദേവസ്വം ബോർഡിന്റെ പരമപ്രധാനമായ കർത്തവ്യം ലംഘിക്കപ്പെട്ടുവെന്ന നിരീക്ഷണമാണ് നിലവിലെ ഭരണസമിതിക്ക് കോടതിയുടെ ഭാഗത്തുനിന്നും ലഭിച്ചത്. സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് അന്വേഷണത്തിന്റെ തലവും ദിശയും വിപുലീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഈ സ്വർണ്ണപ്പാളി കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളുടെ പിൻബലം ഉണ്ടായിരുന്നു എന്ന സംശയം പോലും കോടതി ഉന്നയിച്ചു. അമൂല്യമായ വിഗ്രഹങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ തന്നെ കടത്തുന്നതുമായി ബന്ധമുള്ളതായി പറയപ്പെടുന്ന അമേരിക്കൻ ഇന്ത്യൻ വംശജനായിട്ടുള്ള സുഭാഷ് കപൂറിന്റെ അടക്കം പേരുകൾ കോടതി ഉത്തരവിൽ പരിഗണനാ വിഷയമായി വന്നിട്ടുണ്ട്. ഈ ഗുരുതരമായ ആരോപണം കേസിന്റെ സ്വഭാവം കേവലം പ്രാദേശികമായ ഒരു തിരിമറി എന്നതിലുപരിയായിട്ട് ആഗോളതലത്തിൽ വേരുകളുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണോ എന്ന് അന്വേഷിക്കാൻ SITക്ക് നിർദ്ദേശം നൽകുന്നതിലേക്ക് നയിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ദേവസ്വം വിജിലൻസ് വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടുകളും ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും പരസ്പര പൂരകമായി മാറുന്നതായി നമുക്ക് കാണാം. 2025 സ്വർണം പൂച്ചിയതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കത്തിടപാടുകൾ വിജിലൻസ് കണ്ടെത്തിയത് കോടതിക്ക് കൈമാറിയത് നിലവിലെ ബോർഡ് ഭരണസമിതിയുടെ ഇടപെടലുകൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായകമായി. SITയുടെയും അതോടൊപ്പം വിജിലൻസിന്റെയും റിപ്പോർട്ടുകൾ ഒരേ ദിവസം കോടതിയുടെ മുന്നിലെത്തിയ സാഹചര്യം ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന സൂചന നൽകി. സ്വർണ്ണ ഉരുപ്പടികൾ നശിപ്പിക്കപ്പെട്ടുവെന്ന പ്രാഥമിക സംശയം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ അവ ആന്റിക് മൂല്യത്തോടെ പുറത്തേക്ക് പോയിട്ടുണ്ടാകാം എന്ന ഹൈക്കോടതിയുടെ പ്രസ്താവന ഭക്തർക്ക് ആശ്വാസം നൽകുന്നതും വീണ്ടെടുപ്പിനുള്ള സാധ്യതകൾക്ക് പ്രതീക്ഷ നൽകുന്നതുമാണ്. കൂടാതെ സ്വർണ്ണ ഉരുപ്പടികൾ കൈകാര്യം ചെയ്ത രീതിയിലും നടപടിക്രമങ്ങളിലുണ്ടായ ക്രമക്കേടുകൾക്ക് ദേവസ്വം ബോർഡ് ഉന്നതർക്ക് പങ്കുണ്ടായിരുന്നുവെന്ന സംശയമാണ് ഹൈക്കോടതി ഇപ്പോൾ ബലപ്പെടുത്തുന്നത്. 2019 മുതൽ 25 വരെയുള്ള കാലയളവിലെ രേഖകളും ഇടപാടുകളും ഈ ഗൂഢസംഘത്തിന്റെ നീക്കങ്ങൾക്കൊത്ത് ഉന്നതർ പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു. 2025 ദ്വാരപാലക പാളികൾ തിടുക്കപ്പെട്ട് കൊണ്ടുപോയതിലെ അസാധാരണത്വം അത് ചോദ്യം ചെയ്യപ്പെടുകയും കത്തിടപാടുകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിന് നിർദ്ദേശം ലഭിക്കുകയും ചെയ്തതോടെ ഇപ്പോഴത്തെ ബോർഡിന്റെ ഇടപെടലുകളുടെ ആഴം പരിശോധിക്കാനാണ് കോടതി ഇപ്പോൾ ശ്രമിക്കുന്നത്. അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ ദ്വാരപാലക പാളികളിൽ മാത്രമല്ല ശ്രീകോവിലിന്റെ വാതിലുകളിലും അതുപോലെ കട്ടളയിലും അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വാതിൽ കടത്തിക്കൊണ്ടുപോയതിലെ റൂട്ട് മാപ്പ് തന്നെയാണ് ദ്വാരപാലക പാളികൾക്കും ഉപയോഗിച്ചത് എന്ന നിരീക്ഷണം അത് ഈ കവർച്ചയ്ക്ക് പിന്നിൽ ബാംഗ്ലൂർ, കോട്ടയം, ശബരിമല എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു സംഘത്തിന്റെ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഈ സംഭവങ്ങളിലൂടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും മറ്റും ലഭിച്ച സാമ്പത്തിക നേട്ടം എത്രത്തോളമെന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണത്തിന്റെ അവസാന ലക്ഷ്യമാണ്. മൊത്തത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് വിപുലവും ആഴത്തിലുള്ളതുമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലുകൾ ഇപ്പോൾ നൽകുന്നത്.